പെൻഷൻ വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഡിസംബർ മാസം 1-ാം തീയതി മുതൽ പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ ഒരു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതായത് ഈ ഒരു ഡിസംബർ മാസം മുതൽ നമുക്ക് നവംബർ മുതൽ തന്നെ നമുക്ക് നമ്മുടെ പെൻഷൻ തുക 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള എല്ലാ മാസങ്ങളും, അതായത് ഡിസംബർ മുതൽ എല്ലാ മാസങ്ങളും നമുക്കിനി തൊട്ട് 2000 രൂപയായിരിക്കും നമ്മുടെ ആ ഒരു പെൻഷൻ എമൗണ്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് അനർഹരായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട്. അതുമാത്രമല്ല ഓരോ ദിവസവും പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി വരികയാണ്. അതുപോലെ തന്നെ പെൻഷൻ്റെ എമൗണ്ട് ഇപ്പോൾ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ തുക അത്രയ്ക്കും വളരെയധികം അർഹരായിട്ടുള്ള ആൾക്കാരിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നോക്കുന്നത്. അതുകൊണ്ട് അനർഹരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തിയിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി തൊട്ടുള്ള മാസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലരോടൊക്കെ, എല്ലാവരോടും അല്ല, ചിലരോടൊക്കെ അവർ വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കുക. കാരണം നിങ്ങളുടെ വരുമാനം 1,00,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ മാത്രമായിരിക്കും ഇനി നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ട് കിട്ടുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാർഷിക വരുമാനം നിങ്ങൾക്ക് 1,00,000-ന് എബോ ആണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടില്ല. അപ്പോൾ ചിലർക്കൊക്കെ മാത്രം ചില ഡൗട്ടും കാര്യങ്ങളും വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ പഞ്ചായത്ത് മുഖാന്തരമോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറോ ആരെങ്കിലുമൊക്കെ നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സേവനയുടെ ആ ഒരു വെബ്സൈറ്റ് കയറിയാലും നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സർവീസ് സെൻറ്റർ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം പറയുന്നവർ മാത്രം ചെയ്താൽ മതിയാകും, എല്ലാവർക്കും ഇത് ബാധകമല്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, മസ്റ്ററിങ് മസ്റ്റാണ്. കാരണം മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ പെൻഷൻ മുടങ്ങാണ്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെയും മസ്റ്ററിങ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് രീതിയിൽ തന്നെ നിങ്ങളത് ചെയ്ത് മുന്നോട്ട് പോവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി പെൻഷൻ മുടങ്ങും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചെയ്യാത്ത കാര്യങ്ങൾ മസ്റ്ററിങ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ വിധവ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്തവരും ആ ഒരു പെൻഷനും കാര്യങ്ങളൊക്കെ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. കാരണം 2-3 മാസമായിട്ട് ഈ ഒരു വിധവ പെൻഷനൊക്കെ മുടങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവർ ഈ ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ തുക കിട്ടുള്ളൂ. പിന്നെ പെൻഷൻ മുടങ്ങിയെന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നാണോ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾക്ക് പിടിച്ചിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഈ 2 മാസം കൊണ്ട് ഒരുപാട് പേർക്ക് ആ ഒരു രീതിയിലുള്ള പെൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി തുടർന്ന് ഈ ഒരു ഡിസംബർ 1 മുതൽ നിങ്ങളുടെ ആ ഒരു പെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ റിവ്യൂ ചെയ്തിട്ട് അത് അവർക്ക് ഓക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു വെച്ചിട്ടുള്ള നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അതാണ് ചിലർക്കൊക്കെ ഇതുവരെയും പെൻഷൻ എമൗണ്ട് കിട്ടാത്തത്. ഇതറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും അവർക്കിത് എന്താ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ കഴിയും. കാരണം ഇതൊന്നും അറിയാത്തവരാണ് ഈ ഇപ്പോൾ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ചിലർക്ക് അറിയത്തില്ല. അപ്പോൾ അവർ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതാണ് അവർക്ക് ആ ഒരു കുറേ മാസങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങുന്നത്. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് എത്തുള്ളൂ. അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലോട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്